ഇനി തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാട്ടിൽ മുൻ DMK സർക്കാർ വൻ അഴിമതി നടത്തിയെന്ന് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. ലഹരി തടയാൻ ഒന്നും മുൻ DMK സർക്കാർ ചെയ്തില്ല. വിജയുടെ ആ ആരോപണം നമുക്ക് കാണാം, കേൾക്കാം. கேள்வி கேட்கலாம், எல்லாருக்கும் எல்லா உரிமையும் உண்டு. விமர்சனம் செய்யலாம், எல்லாருக்கும் எல்லா உரிமையும் உண்டு. ஆனால் நம்ம ஆட்சியில் என்ன நடவடிக்கைகள் எடுத்திருக்கோன்றது தெரிஞ்சுக்கிட்டு அதுக்கேற்ற மாதிரி ஒரு நடுநிலையாக பேசுனீங்கன்னா கொஞ்சம் நல்லா இருக்கும். சட்டம் ஒழுங்கை பற்றி யாருக்கு என்ன யோசனை இருந்தாலும், மக்கள் நலனுக்காக யாருக்கு என்ன யோசனை இருந்தாலும் அதை தாராளமாக சொல்லலாம். நம்ம அரசு அது காது கொடுத்து கேட்கும். ஆனால் நம்ம அரசினுடைய நிர்வாகத்திறன் அதை பற்றி பேசுகிறவங்களுக்கு இந்த ஊரடிச்சு உலையில போட்டு ஊழல் மேலே ஊழலாக செஞ்சுக்கிட்டு அதுலேருந்து தப்பிக்கிறதுக்கு பேர் தான் நிர்வாகத்திறன் அப்படின்னு சொன்னால், அப்படிப்பட்ட ஒரு ஊழல் செய்கிற நிர்வாகத்திறனை நம்ம அரசு ஒரு நாளும் செய்யாது. பொட்டி பெட்டியாக பணத்தை வச்சுக்கிட்டு, பெட்டியை வச்சு எல்லாம் செஞ்சுக்கிட்டு, போதைப் பொருள் பாதுகாவல் கழக மாடல் அரசாங்கம் செஞ்ச ஒவ்வொரு ஊழலாக வெளியில் வந்துகிட்டு இருக்கு. മുഖ്യമന്ത്രിയുടെ വിമർശനത്തിനിടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. തമിഴ്നാട് നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി ചേരുന്നു. മനേഷ് മൂർത്തി, മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ശക്തമായ വിമർശനമാണ് മുൻ സർക്കാരിനെതിരെ ഉന്നയിച്ചത്. DMKക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ കരൂർ സംഭവത്തെക്കുറിച്ചും മുഖ്യമന്ത്രി ഇന്ന് തന്റെ പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി. എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിലീപ് കുമാർ, രൂക്ഷമായ വിമർശനം തന്നെയാണ് മുഖ്യമന്ത്രി സി ജോസഫ് വിജയുടെ ഭാഗത്തു നിന്നും ഇന്നിപ്പോൾ നയപ്രഖ്യാപനത്തിനുള്ള മറുപടി പ്രസംഗത്തിലാണ് ഈ തരത്തിലുള്ള ഒരു വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻ സർക്കാരുകൾ നടത്തിയ അഴിമതി തന്നെയാണ്. അതായത് ടാസ്മാക് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ വ്യാപകമായ അഴിമതിയാണ് മുൻ സർക്കാർ നടത്തിയിരുന്നത്. ആ അഴിമതി നടത്തിയ പണമെല്ലാം ഖജനാവിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് TVK സർക്കാർ. ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രാഥമികമായി ആകെ 40 ദിവസം മാത്രമാണ് ഒരു സർക്കാർ അധികാരത്തിലെത്തിയിട്ട് ആയിട്ടുള്ളൂ. ആ സർക്കാരിനെ മുൻ സർക്കാരുകൾ ചെയ്ത പിഴവിന്റെ പേരിൽ കളിയാക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുക തുടങ്ങിയവയാണ് DMK സർക്കാർ അല്ലെങ്കിൽ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 40 ദിവസം മുമ്പ് വരെ അധികാരത്തിലിരുന്ന സർക്കാർ ഇതുവരെ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. മാത്രമല്ല, ക്രമസമാധാന പ്രശ്നമാണ് മറ്റൊന്ന് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയ മറ്റൊരു കാര്യം. അത് ക്രമസമാധാന പ്രശ്നത്തിൽ ഏറ്റവും പ്രധാനം ലഹരിയുടെ ഒഴുക്കാണ്. ആ ലഹരി തടയുന്നതിന് വേണ്ടി മുൻ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. പ്രാഥമികമായി ഇത്തരം കാര്യങ്ങളാണ് നിലവിൽ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇതുവരെ ചെയ്ത ഈ 40 ദിവസം കൊണ്ട് ചെയ്ത സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ഒരു ലിസ്റ്റും മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. പക്ഷേ ഏറ്റവും പ്രധാനം, പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാർട്ടി ഫണ്ട് എന്ന പേരിൽ പല വകുപ്പുകളിൽ നിന്നും പണം വാങ്ങി അഴിമതി നടത്തി എന്നുള്ളതാണ്. അതാണ് പ്രതിപക്ഷത്തെ വലിയ തോതിൽ ചൊടിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ തന്നെ വലിയ പ്രതിഷേധം ഈ പറഞ്ഞ രീതിയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അങ്ങനെ സ്പീക്കർ ഇടപെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം നൽകുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി വീണ്ടും സംസാരിച്ചപ്പോൾ സമാനമായ രീതിയിലുള്ള കാര്യം തന്നെയായിരുന്നു പറഞ്ഞത്. അതായത് ഈ പാർട്ടി ഫണ്ട് എന്ന പേരിൽ അഴിമതി നടത്തി എല്ലാ വകുപ്പുകളിൽ നിന്നും വാങ്ങി അത് മുഴുവൻ ഒരു വീട്ടിലേക്ക് എത്തിച്ചു. അതാണ് പറഞ്ഞത്. അതോടുകൂടിയാണ് പ്രതിപക്ഷം എന്തായാലും സഭ വിട്ടത്. ഇപ്പോൾ പ്രസംഗം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയും ചെയ്തിട്ടുണ്ട്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.